കുഞ്ഞ് ജനിച്ചത് തന്നെ സ്വയംഭൂ. ഇവിടെ തിരുവട്ടാറ് ആദികേശവ ക്ഷേത്രം ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ഭജന വരുന്നു. ഇവിടെ തിരുവട്ടാറ് ആദികേശവ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ സ്വയംഭൂവായിട്ടൊരു ഒളി വന്ന് ഈ സ്ത്രീ രുദ്രേക്കൻ്റെ ഉദരത്തിൽ വന്ന് അങ്ങനെ അവർ ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെയാണ് അവർ ഗർഭം ധരിക്കുന്നത്. അത് അച്ഛനുമായിട്ടുള്ള ഗർഭധാരണമൊന്നുമല്ല. അത് കഴിഞ്ഞ് 9 മാസമൊക്കെ ആയി പ്രസവിച്ച് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞുള്ള അറിവാണ്. ഇവിടെ മാർത്താണ്ഡത്ത് മിഷൻ ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. അവിടെ ചെന്ന് പ്രസവിച്ചപ്പോൾ ഇതൊരു നീല നിറത്തിലൊരു കുഞ്ഞ്, ഒന്നും ജീവനില്ലാത്തൊരു കുട്ടിയാണ് ജനിച്ചത്. അപ്പോൾ ഇവരൊക്കെ മരിച്ചുപോയി എന്നുള്ള ധാരണയിലിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് നീലം നിറം മാറി വന്നപ്പോൾ കുഞ്ഞിന് ജീവൻ വരണമെന്ന് പറഞ്ഞ് അവർക്കൊക്കെ വലിയ കാര്യം. ഉടനെ തന്നെ ചൂടുവെള്ളത്തിലൊക്കെ എടുത്ത് സംഗതിയൊക്കെ ശരിയായി കുഞ്ഞിന് ജീവൻ വന്നു. ആ കുഞ്ഞിനെ കൊണ്ടാണ് തിരിച്ച് വീട്ടിൽ വന്നാൽ വീട്ടിൽ അശുദ്ധമുണ്ടെങ്കിൽ അത്രയും ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ കൊണ്ടുവന്നത്. വീട്ടിൽ അശുദ്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അരിക്കലത്തിൽ കരിക്കാട്ട കൊണ്ടിടും, അല്ലെങ്കിൽ മമേദ്യം കൊണ്ടിടും, അല്ലെങ്കിൽ മുണ്ട് തീ പിടിക്കും. ഇങ്ങനെ അപ്പോൾ എന്തോ കൂടുതലാണ് കുട്ടിച്ചാത്തൻ്റെ കിഴപ്പാണെന്നും പറയുന്നത്. വേണ്ട, ഈ കുട്ടി ഒരുപാട് 2-3 വയസ്സ് വരെ ഇതിനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിനകത്ത്. ഇവരെല്ലാ അമ്പലങ്ങളിലും ഒക്കെ ചെന്ന് ഭജനയിലിപ്പാണ് ജോലി, കുട്ടിച്ചാത്തനല്ലേ. അങ്ങനെ ഒരിക്കൽ മുരുകക്ഷേത്രത്തിൽ കുമാരകോവിലും മുരുകക്ഷേത്രത്തിലിരിക്കുമ്പോൾ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ആ പോർട്ടി വരെ ഇപ്പുറത്തിരിക്കുകയാണ്. അവിടെ അങ്ങ് അഭിഷേകം നടക്കണം. അമ്പലവും ഇതുമായിട്ട് വ്യത്യാസം ഒരുപാട് ദൂരമുണ്ട്. കുമാരകോവിൽ പോയിട്ടുള്ളവർക്കറിയാം. ആ അമ്പലത്തിൻ്റെ അവിടെ സ്വർണ്ണ വേല് വെച്ചിട്ടുണ്ട് ഭഗവാന്റെ. അതിൽ പാലഭിഷേകം നടത്തുകയാണ്. പാലഭിഷേകം നടത്തിയപ്പം പാലും കാണാനില്ല, മോതിരവും കാണാനില്ല, വേലും കാണാനില്ല. ഈ പോറ്റി ഓട്ടം തുടങ്ങി. നോക്കിപ്പോണ്ട് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് കുഞ്ഞിനെ വെച്ചിട്ട് ഒരു മടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേലും കിടക്കണം, പാലഭിഷേകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നല്ലൊരു ഭഗവാനെ അപ്പോഴാണ് പിന്നെയാണ് ഭഗവാനാണ് ഈ അവതാരമാണ് എന്നുള്ള ധാരണ തന്നെ വന്നത്. അതുവരെ കുഞ്ഞിനെ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്പലങ്ങളിൽ അവിടെ വെച്ചാണ് അവതാരമാണെന്നുള്ളതായി. പിന്നെ വീട്ടിൽ അശുദ്ധം പാടില്ല എന്ന് ശരീരം പറഞ്ഞോളൂ. പൂനേന്ദ്ര കുഞ്ഞ് വർത്തമാനം പറയാൻ തുടങ്ങിയത് മുതൽ കുഞ്ഞിപ്പാച്ചനെന്നേ പറയും. എനിക്കൊന്നും പറയില്ല, കുഞ്ഞിപ്പാച്ചനെന്നേ പറയുള്ളൂ. അങ്ങനത്തെ പ്രകൃതമാണ് അദ്ദേഹത്തിന്.